വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം, അധ്യായം 17, 22 23 വാക്യങ്ങൾ. പീഡാനുഭവവും ഉത്ഥാനവും. 2-ാം പ്രവചനം. അവർ ഗലീലയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ യേശു അവരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. അവർ അവനെ വധിക്കും. എന്നാൽ 3-ാം ദിവസം അവൻ ഉയർപ്പിക്കപ്പെടും. ഇത് കേട്ട് അവർ അതീവ ദുഃഖിതരായി തീർന്നു. സഹനത്തിന്റെ രക്ഷാകരമായ മാനം. യേശു തന്റെ ദിവസേനയുള്ള പര്യടനങ്ങളും ജനങ്ങളുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങളും ആ ദിവസത്തേത് പൂർത്തിയാക്കിക്കൊണ്ട് ഗാലിലയിലെ കഫർനാമിൽ താമസിക്കുന്ന സ്വന്തം വീട്ടിൽ ശിഷ്യന്മാരുമൊത്ത് കഴിഞ്ഞുകൂടുന്ന സമയമായിരുന്നിരിക്കണം ഇന്നത്തെ സുവിശേഷത്തിന്റെ പശ്ചാത്തലം. തന്റെ ശിഷ്യന്മാരെ എല്ലാവരെയും അടുത്ത് വിളിച്ചുകൊണ്ട് തന്റെ കാഴ്ചപ്പാടിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യത്തെപ്പറ്റി അവരോട് സംസാരിക്കുകയാണ്. യേശു അവരോടായിട്ട് പറയുന്നു, അല്പസമയം കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും എന്നിൽ നിന്ന് ഓടിയകലും. ജനങ്ങൾ എന്നെ ഒരു ശത്രുവിനെ പോലെ കരുതി എന്നോട് പെരുമാറും. അവർ എന്നെ ബന്ധിക്കും, എന്നെ വധിക്കും. യേശു തുടർന്ന് പറയുന്നു, എങ്കിലും 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. ഈ സത്യം അവരോട് 2-ാം പ്രാവശ്യം ആയിട്ട് വെളിപ്പെടുത്തുന്നത് ഇവ സംഭവിക്കുമ്പോൾ അവർക്ക് യാതൊരു ചാഞ്ചല്യവും ജീവിതത്തിൽ അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടിക്കൂടി ആയിരിക്കണം യേശു ഇത് ആവർത്തിച്ച് ഇങ്ങനെ പറയുന്നത്. പക്ഷേ മത്തായി അവർക്കൊന്നും മനസ്സിലായില്ല എന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മോട് പറഞ്ഞു തരുന്നില്ല. എന്നല്ല, യേശുവിന്റെ ഈ പ്രവചനാത്മകമായിട്ടുള്ള സംസാരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ദൃക്സാക്ഷി കൂടിയായ മത്തായി സുവിശേഷത്തിലൂടെ നമ്മളെ അറിയിക്കുകയാണ്, അതീവ ദുഃഖിതരായി അവരെല്ലാവരും തന്നെ. ഈ സുവിശേഷത്തിൽ നിന്ന് നാം മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ജീവിതത്തിൽ യാതനകള്, വേദനകള്, കുരിശുകള്, ഇതൊക്കെയാണ് ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് നിദാനമായി തീരുക. അതിനായിട്ട് നാം നമ്മെ തന്നെ സജ്ജീകരിക്കേണ്ടിയിരിക്കുന്നു എന്ന സത്യം നാം ക്രമേണ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിച്ച് എടുക്കേണ്ടതായിട്ടുണ്ട്.